ജനങ്ങൾക്ക് ആശ്രയം നൽകേണ്ടതും ജീവൻ സംരക്ഷിക്കേണ്ടതുമായ ആശുപത്രികൾ ജീവൻ എടുക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കാനിടയായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമാണെന്നും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴിത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരണമടഞ്ഞ അമ്പലപ്പുഴ കരൂർ ഷിബിനയുടെയും പുന്നപ്ര അഞ്ചിൽ ഉമൈബയുടെയും വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിൽ ചികിത്സാ പിഴവ് തുടർച്ചയായി ഉണ്ടാവുകയാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ജനങ്ങൾക്ക് ആശ്രയം നൽകേണ്ട ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, ജീവൻ രക്ഷിക്കേണ്ട കേന്ദ്രങ്ങൾ ജീവൻ എടുക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു കേസൊക്കെ ഒറ്റപ്പെട്ട കേസുകൾ നമുക്കുണ്ടാകുന്ന മനസ്സിലാവും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടർച്ചയായിട്ടുണ്ടാകുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കോഴിക്കോടത്ത് നമ്മൾ കണ്ടു കുട്ടികളോട് ചെയ്തത്. അപ്പോൾ ഇത് സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് രക്ഷയൊരുക്കേണ്ട കേന്ദ്രങ്ങളാണ്. എനിക്കിപ്പം പറയാനുള്ളത്, അധികം രക്ഷയൊരുക്കുന്ന കേന്ദ്രങ്ങൾക്ക് പകരം ആളുകളെ ശിക്ഷിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാർ ഗൗരവതരമായി എടുക്കാത്തതിൻ്റെ പ്രയാസമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിലെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഞാനിപ്പോൾ നേരത്തെ അവിടെ കരൂരിൽ പോയി കണ്ടപ്പോൾ അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും കണ്ണു തുറക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ ഈ കസേരയിരിക്കുന്നത്? ഇത് നോക്കേണ്ട മന്ത്രി എന്താ ചെയ്യുന്നത്? ഉത്തരവാദപ്പെട്ട സർക്കാർ എന്താ ചെയ്യുന്നത്? ഇത് അങ്ങേറ്റത്തെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളതിന് സംശയം വേണ്ട. അന്വേഷണ റിപ്പോർട്ടിന് മേലുള്ള കർശന നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ചികിത്സാ പിഴവിന്റെ പേരിൽ മറ്റൊരു രോഗിക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നു. പലപ്പോഴും ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുകൾ ആരോപണ വിധേയരെ സംരക്ഷിച്ചെടുക്കാൻ മാത്രമുള്ളവയായി മാറിയെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. പണ്ടൊക്കെ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അവിടം ആരോഗ്യവകുപ്പ് മന്ത്രി സന്ദർശിക്കും. ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്നും വേണുഗോപാൽ ചോദിച്ചു. ചികിത്സ തേടാനെത്തുന്ന സാധാരണക്കാരായ രോഗികളിൽ ഭീതി പടർത്തി സർക്കാർ മെഡിക്കൽ കോളേജുകളെ തകർത്ത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സീനിയർ ഡോക്ടർമാർ പലപ്പോഴും ഇല്ലാത്ത അവസ്ഥയാണ്. മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണം. അതിനുവേണ്ട നിരന്തര ഇടപെടലുകളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകും. രാഷ്ട്രീയത്തെക്കാൾ ഇത് മനുഷ്യജീവന്റെ പ്രശ്നമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. പ്രതിഷേധിക്കലും പ്രതിപക്ഷിക്കലും മാത്രമല്ല, ഈ കാര്യത്തിൽ ഞങ്ങളൊരു ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സംശയമില്ല. ഇത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി മനുഷ്യജീവന്റെ പ്രശ്നമാണ്. കടുത്ത ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസവും അനാചാരങ്ങളും നിലനിന്ന കാലത്ത് വിവേചനമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി എന്നതാണ് ക്രൈസ്തവ മിഷണറിമാരുടെ ഏറ്റവും വലിയ സംഭാവനയെന്ന് മന്ത്രി സജി ചെറിയാൻ. വിദ്യാഭ്യാസം എന്നത് പ്രായോഗിക ജീവിതത്തിൽ അടിസ്ഥാനമായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ ചില വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ലഭ്യമല്ലായിരുന്നു. എന്നാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടച്ചു നീക്കിയതിൽ വിദ്യാഭ്യാസത്തിന് മുഖ്യ പങ്കുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇത് ക്രൈസ്തവ മിഷണറിമാരുടെ വലിയ സംഭാവനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂളിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് ഭൂരിപക്ഷത്തിന് പഠിക്കാൻ വിദ്യാഭ്യാസം നേടാൻ അവസരം നിഷേധിക്കപ്പെട്ട ഒരു കാലമായിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കാലം മാത്രമല്ല, ഒരു 100 വർഷം മുമ്പ് 150 സഞ്ചാര സ്വാതന്ത്ര്യം വൈദ്യ സത്യാഗ്രഹം നടത്തിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ 100 വർഷമായിരുന്നു. എന്ന് വെച്ചാൽ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന റോഡിൽ പാവപ്പെട്ട മനുഷ്യർ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കടുത്ത ജാതി വ്യവസ്ഥ. ഇത് തലമുറപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ സാധ്യത ചരിത്രം മനസ്സിലാക്കും. 151 വർഷം മുമ്പ് എന്തായിരുന്നു തലമുറയിലെ സ്ഥിതി അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതി നോക്കാം. കടുത്ത ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ നിലനിന്ന ഒരു സമൂഹത്തിൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് മിഷണറിമാർ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലേക്ക് ധൈര്യപൂർവ്വം ഈ സമൂഹത്തിലെ എല്ലാവർക്കും ഒന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്നതാണ് കേരളത്തിലുണ്ടാക്കിയ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സമൂഹത്തിലെ ഏറ്റവും വലിയ മാറ്റം. സമ്മേളനത്തിൽ റവറൻ മാത്യു ജിലോ നൈനാൻ അധ്യക്ഷനായിരുന്നു. തോമസ് കെ തോമസ് MLA ഗുരുവന്ദനവും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മുൻ ജനറൽ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ റവറൻ ഡോക്ടർ KC ജോൺ മുഖ്യപ്രഭാഷണവും നടത്തി.
CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ ക്യാഷ് അവാർഡും തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു സുവനീർ ലോഗോ പ്രകാശനം ചെയ്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഈപ്പൻ, അജിത് കുമാർ പിഷാരത്ത്, എടത്തുവ ഗ്രാമപഞ്ചായത്ത് അംഗം ബെറ്റി ജോസഫ്, തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം NB രാജൻ, പ്രധാന അധ്യാപകൻ റജിൽ സാം മാത്യു, ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. 1841 സ്ഥാപിതമായ പള്ളിക്കൂടം 1983 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. തുടർ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ നേരിടേണ്ടി വരുന്നവർ കേരളത്തിൽ നിരവധിയാണ്. പുളിങ്ങുന്ന തലവടി പഞ്ചായത്തുകളിലെ ദുരിത കാഴ്ചകളിലേക്ക്. പുളിങ്കുന്ന് പഞ്ചായത്ത് 15, 16 വാർഡുകളിൽ അയ്യനാട് പാടശേഖരത്തിന്റെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന ചതുർത്ഥ്യാഗിരി മുതൽ പൊട്ടുമുപ്പത് വരെയുള്ള റോഡ് ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളത്തിനടിയിലായി. പാടശേഖരത്തിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതിനാൽ ചതുർത്ഥ്യാഗിരി മുതൽ അഞ്ചങ്ങാടി വരെ റോഡിൽ മുട്ടോളം വെള്ളമാണ് ഉയർന്നിരിക്കുന്നത്. ചതുർത്ഥ്യാഗിരിയിൽ നിന്നും വികാസ് മാർഗ് റോഡിലേക്കുള്ള ഈ റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടവഴികളും വെള്ളത്തിലാണ്. ഇവിടെയുള്ള പ്രധാന റോഡിന്റെ വശങ്ങളിലുള്ള വീടുകളിലും ഇട റോഡുകളോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലും വെള്ളം കയറിയ നിലയിലായിട്ടുണ്ട്. പാടശേഖരത്തിൽ വെള്ളം കയറ്റാനും ഇറക്കാനും ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് തൂമ്പുകളാണ്. അതേസമയം ഈ തൂമ്പുകൾക്ക് പകരമായി പുതുമടകൾ തുറന്ന് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്താൽ ഇത്രയേറെ വെള്ളപ്പൊക്കം ഉണ്ടാകില്ല എന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. ഈ റോഡിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് 2 or 3 സ്ഥലങ്ങൾ മാത്രം ഏതാണ്ട് 25-30 മീറ്റർ വീതമേ പൊങ്ങിക്കിടപ്പുള്ളൂ. ഇപ്പോൾ അതിൽ ഭൂരിഭാഗവും വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു. വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഇവിടെ ഉയർന്നിട്ടോ എടുത്തിട്ടോ ഒന്നുമല്ല. അയ്യനാട് പാടശേഖരത്തിൻ്റെ പുറം മട വെക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ വീടുകളിൻ്റെ മുറ്റത്തും വീടുകളിലും എല്ലാം വെള്ളം കയറിക്കിടക്കുന്ന ഒരു അവസ്ഥയാണിത്. പാടശേഖരം അതിൻ്റേതായ നടപടി സ്വീകരിക്കുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ നടപടി സ്വീകരിക്കണം. ഈ അഞ്ചങ്ങാടി പാലത്തിൻ്റെ കിഴക്കോട്ടുള്ള മേച്ചേരിവക്ക പാടത്തിൽ വെള്ളം ഇപ്പോൾ താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ റോഡിൽ വെള്ളമില്ലാത്തത്. അത് മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഈ താഴ്ചയിൽ കിടക്കുന്ന റോഡാണത്. അതും അവസ്ഥ ഇതിൽ കൂടുതൽ ദുർഘടമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിന് ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് യാത്രാ ദുരിതം ഒഴിവാക്കി തരണമെന്ന് ഈ നാട്ടുകാരുടെ ഇതിന് വേണ്ടിയിട്ട് പറയുകയാണ്. പാടശേഖരത്തിൽ കച്ചിയും പുല്ലും അഴുകിക്കിടക്കുന്ന വെള്ളമാണ് ഇപ്പോൾ വീടുകളിലേക്ക് കയറിയിരിക്കുന്നത്. ഇത് ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റോഡിന്റെ മിക്ക ഭാഗങ്ങളും ആവശ്യത്തിന് മണ്ണിട്ട് ഉയർത്താത്തതും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട്. റോഡ് ഉയർത്തണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ഉന്നയിച്ച് KCV ന്യൂസ് ഇതിനു മുൻപും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി പഞ്ചായത്ത് ജംഗ്ഷന് സമീപം ഒറ്റമഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥിതിയായിട്ടുണ്ട്. സമീപത്തുള്ള കടകളിലേക്ക് വെള്ളം കയറിയ നിലയാണ്. ഇവിടെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപമുണ്ട്. ശക്തമായ മഴയിൽ കൈനകരി കൃഷിഭവൻ പരിധിയിലെ പാടശേഖരങ്ങളിൽ മടവീഴ്ച. കാക്കനാട്ട് കരിച്ചിറ വളപ്പ് പാടശേഖരത്തിന്റെ സംരക്ഷണ ബണ്ട് തകർന്നു. മടവീഴ്ചയിൽ കാട്ടിച്ചിറ കോളനിയിലെ ഒരു വീടിനും നാശനഷ്ടം. കൈനകരി പഞ്ചായത്ത് 12-ാം വാർഡിലെ കാടുകയ്യാർ പാടശേഖരത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തായാണ് പുലർച്ചെ 4 മണിയോടെ മടവീഴ്ചയുണ്ടായത്. ഇവിടെ കട്ടച്ചിറ കോളനിയുടെ വടക്കേറ്റത്തായി താമസിക്കുന്ന പങ്കജാക്ഷിയുടെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ വീടിന് പുറകുവശത്തുള്ള കാക്കനാട്ടുചിറ വളപ്പ് പാടശേഖരത്തിലേക്കാണ് കാടുകയ്യാർ പാടത്തു നിന്നും മട വീണത്. വളപ്പ് പാടശേഖരത്തിന്റെ സംരക്ഷണ ബണ്ടും തകർന്നു. കട്ടിലെ കിടക്കും വരികയല്ല ചോരുന്ന വരിക അത് അവിടെ ബോധിച്ച് കിടക്കും. പിന്നെ അതിൽ അപ്പുറം വഴിയാ ഓരോ വീട്ടിൽ പോയത്. വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളം കയറ്റി ആദ്യം ഇത്ര വെള്ളം ഇല്ലായിരുന്നു. ഇന്നലത്തെ ഒരു മഴ ഇത്ര അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും എനിക്ക് ഇതുപോലെ പേടിച്ചു പോവുക. വീട് ഏതു നിമിഷവും നിലംപൊത്താമെന്ന ആശങ്കയിലാണ് കുടുംബം. മഴ ശക്തമായതോടെ കാടുകയ്യാർ പാടശേഖരത്തിൽ വെള്ളം നിറയുകയും 24 ഏക്കർ വരുന്ന കാക്കനാട്ടുചിറ വളപ്പ് പാടശേഖരത്തിലേക്ക് മട വീഴുകയുമായിരുന്നെന്ന് സമീപവാസികൾ പറയുന്നു. ഇവരാണ് കുടുംബത്തെ ഇവിടെ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. പാടത്ത് വെള്ളം കെട്ടി 2 ദിവസത്തെ മഴ കാരണം പെട്ടിമട മറച്ചത് കാരണം വെള്ളം വന്നുകൊണ്ട് 2 ദിവസത്തെ മഴ കാരണം പെട്ടെന്നൊരു വെള്ളപ്പൊക്കം പോലെ വന്നു അടുത്ത പാടത്തേക്ക് മട വീണു. വീടിന് 2 സൈഡിൽ കൂടെ മട വീണ് വെള്ളം ഒഴുകി പോകുന്നതാണ്.
ഇപ്പോൾ സംഭവിച്ചു. ഒരു വീടിലും ഇതിനകത്ത് തള്ളയ്ക്കും മകൾക്കും ഇരിക്കാനൊക്കാത്ത ഒരു കണ്ടീഷനായിപ്പോയി. ഇന്ന് വെളുപ്പിനെ 3-3:30 കൂടിയാണ് ഇങ്ങനെ ഒരു മഴ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ സൈഡിൽ കുത്തനെ ഒഴുക്കും. പിന്നെ ഈ പാടശേഖരം കാടിയാർ പാടശേഖരം പെട്ടിമറിച്ച് അടുത്ത കൃഷിക്ക് യോഗ്യമാക്കാൻ വേണ്ടി പെട്ടിമറിച്ച് റോഡിൽ കൊണ്ട് കയറ്റി അത് പൂർണ്ണമായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ 2 ദിവസത്തിനുള്ള ഈ മഴയാണ് ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അടിത്തറ കോളനിയിലെല്ലാം മിക്ക വീടുകളിലും വെള്ളമാണ്. അവരുടെ ജീവിതം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള രീതിയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. പ്രായമായ ആ അമ്മയും കൊണ്ട് അവരിവിടെ പോകാനാണ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡി ലോനപ്പൻ, സന്തോഷ് പട്ടണം എന്നിവരും വില്ലേജ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കുടുംബം കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വീട് വയ്ക്കാൻ തുക അനുവദിച്ചിരുന്നുവെങ്കിലും വീട് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നില്ല. കാലപ്പഴക്കം ചെന്ന വീട് അപകടാവസ്ഥയിലായതോടെ 90 വയസ്സുള്ള പങ്കജാക്ഷിയും മകൾ മണിയും കൊച്ചുമകനുമടങ്ങുന്ന കുടുംബം അയൽ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. പറമ്പ് മണ്ണിട്ടുയർത്തി ഇവിടെ വീട് നിർമ്മിക്കുവാൻ സർക്കാർ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്ത് പെരുമ്പനച്ചി ഭാഗത്ത് തിരക്കേറിയ വാഴൂർ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇവിടെ റോഡിന്റെ വശങ്ങളിൽ ഓടകൾ നിർമ്മിക്കണമെന്നാണ് സ്ഥാപന ഉടമകളുടെയും യാത്രക്കാരുടെയും ആവശ്യം. അല്പം ശക്തമായി ഒരു മഴ പെയ്താൽ വാഴൂർ റോഡിൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. മാടപ്പള്ളി സഹകരണ സംഘത്തിന്റെ നേരെ വാതിൽക്കലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും. ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ റോഡിന്റെ താഴെയുള്ള വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം ഒഴുകിയെത്തുകയാണ്. സഹകരണ സംഘത്തിന്റെ വളം ഡിപ്പോയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. റോഡിൽ ഈ ഭാഗത്ത് നേരത്തെ ഓടകൾ ഉണ്ടായിരുന്നെന്നും എന്നാൽ പല കാരണങ്ങളാൽ ഇപ്പോൾ ഓട ഇല്ലാതായിരിക്കുകയാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. 4-5 വർഷമായിട്ട് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ MLAയ്ക്കും PWDയിലും എല്ലാം നിരന്തരം പരാതികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ബാങ്കിലേക്ക് കടന്നു വരുന്ന ജീവനക്കാർക്കും സഹകാരികൾക്കും ഇതിനകത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് വക വളക്കടയ്ക്കകത്തേക്ക് വരെ വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് കഴിഞ്ഞ കുഴിയെടുത്തത്. ആ കുഴിയിലാണ് ഇന്ന് രാവിലെ 2 വണ്ടി വീണത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുണ്ടായി. ബൈക്കുകളൊക്കെ അറിയാം, ഭാഗങ്ങളൊക്കെ വന്ന് ഈ കുഴി അറിയാതെ വെള്ളക്കെട്ടിലേക്ക് വീഴുന്നു. ഇതൊരു ശാശ്വത പരിഹാരം കാണുവാൻ എത്രയും പെട്ടെന്ന് കാണാൻ MLA അറിയിച്ചിട്ടുണ്ട്. ഇതിനൊരു നടപടി ഉണ്ടാവുന്നില്ല. പരിഹാരം PWD ഓട ഉണ്ടാക്കി, നേരത്തെ ഉണ്ടായിരുന്ന ഓട അതുപോലെ തന്നെ ഓടയാക്കി പോയാൽ ഇതിനൊരു പരിഹാരവും. ആ വെള്ളം പെരുമ്പച്ചത്തോടുകൂടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പരിഹാരവും. ഇവിടെ ഓടകൾ പുനഃസ്ഥാപിച്ചാൽ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകും എന്നാണ് ഏവരുടെയും അഭിപ്രായം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടപ്പോൾ പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ PWD അധികൃതർ റോഡിന്റെ വശത്ത് കുഴികൾ എടുത്തെന്നും അതിലേക്ക് വെള്ളം വലിയുമെന്നും പറഞ്ഞത്രേ. എന്നാൽ പിന്നീട് മഴ പെയ്തപ്പോൾ ആ കുഴികളിൽ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെടുകയാണുണ്ടായത്. കുഴിയും റോഡുമെല്ലാം വെള്ളത്താൽ ഒന്നായി മാറിയപ്പോൾ വാഹനയാത്രികർ ആ കുഴികളിൽ വീണ് അപകടത്തിലും പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇവിടെ ഓടകൾ നിർമ്മിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് വേണ്ടത്. ഭവന നിർമ്മാണ പദ്ധതികളിൽ സർക്കാരിനൊപ്പം സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായം നൽകണമെന്ന് മന്ത്രി സജി ചെറിയാൻ. അമ്പലപ്പുഴ കുടുംബവേദി 6 കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ 5 ലക്ഷം ആളുകൾ ഇപ്പോൾ ജലദർശ മേഖലയിൽ പുറമേഖ പദ്ധതി 21,000 ഫ്ലാറ്റ് കൂടിയാണ്. കേരളത്തിൽ 7 ലക്ഷം രൂപ. അതിന്റെ അർത്ഥം 2.5 ലക്ഷത്തോളം ആളുകൾ ഇന്നും വാസയോഗ്യമായ ഭവനങ്ങളിൽ താമസിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വാസയോഗ്യമായ വീടുള്ള സംസ്ഥാനം കേരളമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റ് ഇതര സംവിധാനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രസ്ഥാനങ്ങൾ ഒക്കെയായി ഭവന നിർമ്മാണ രംഗത്ത് ഒരു വലിയ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അത്തരമൊരു സന്ദർഭത്തിലാണ് 6 അമ്പലപ്പുഴയിൽ നിർമ്മിച്ചത്.
സംസ്ഥാന സർക്കാർ ലൈഫ് മിഷനിലൂടെ ഒരുക്കുന്നതും ഈ കരുതലാണെന്നും 5 ലക്ഷം വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ 2.5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകിയാൽ മാത്രമേ സംസ്ഥാനത്ത് ഇപ്പോഴുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും കിടപ്പാടമാകൂ. ബഹുഭൂരിപക്ഷം പേർക്കും വാസയോഗ്യമായ വീടുള്ളത് നമ്മുടെ സംസ്ഥാനത്താണെന്നും സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി. അമ്പലപ്പുഴ ജംഗ്ഷന് കിഴക്ക് ഭാഗത്തെ കുഞ്ചൻ നമ്പ്യാർ നഗറിൽ കുടുംബവേദിയുടെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാനവികത്തിൽ 7.5 ലക്ഷം രൂപ ചെലവ് വരുന്ന വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. കുടുംബവേദി ചെയർമാൻ ആർ ഹരികുമാർ അധ്യക്ഷനായി. സ്നേഹവീടുകളുടെ താക്കോൽദാനം MLA-മാരായ രമേശ് ചെന്നിത്തല, MK മുനീർ എന്നിവർ നിർവഹിച്ചു. H. സലാം MLA മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബുദ്ധിമുട്ടാൻ പാടില്ല. ഏത് രീതിയിലും മെഡിക്കൽ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും പിന്നെ എല്ലാം ഉപരി നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതല്ലാതെ എല്ലാവരും നമ്മൾ ഡ്രീം ചെയ്യുന്നത് ഒരു വീട് ചെറിയൊരു കുട്ടിൽ താമസിക്കണേ എന്നത് അതുവരെ മൂപ്പര് ആ ഒരു സ്വപ്നം മൂപ്പര് എല്ലാവർക്കും നമ്മളൊക്കെ യഥാർത്ഥമാക്കുന്ന ആ ഒരു സ്വപ്നം. താങ്ക് യു സോ മച്ച് ഹരി സർ. ബിഗ് ഡ്രീം. God bless you once again. ആടുജീവിതം നജീബ്, പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യൻ അജിത് S. നായർ, കവിയും പരിഭാഷകനുമായ ശിവകുമാർ അമ്പലപ്പുഴ, LLB റാങ്ക് ജേതാവ് വൈശാഖ, MCOM റാങ്ക് ജേതാവ് ലാവണ്യ വിനോദ് എന്നിവരെ സമ്മേളനത്തിൽ അനുമോദിച്ചു. വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന കളികൾ പുതുതലമുറയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബാലസംഘം സംഘടിപ്പിച്ച ഹാപ്പിനെസ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. മുൻ മുഖ്യമന്ത്രിയും ബാലസംഘം സ്ഥാപക നേതാവുമായിരുന്ന EK നായനാരുടെ ഓർമ്മ ദിനമായ മെയ് 19-നാണ് തകഴി കുട്ടനാട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കഥയും കവിതയും കളിയും പാട്ടും നൃത്തച്ചുവടുകളുമായാണ് ബാലസംഘം കൂട്ടുകാർ മെയ് 19-ന് ഒത്തുചേർന്നത്. കുട്ടനാട് തകഴി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പങ്കെടുത്തു. കണ്ടകരി DVHSലായിരുന്നു തകഴി ഏരിയയുടെ പരിപാടി. നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് ഹാപ്പിനെസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന രണ്ട് വലിയ പ്രോസസ്സിങ്ങിനിടയിൽ ജീവിക്കുക എന്നുള്ള 3 അക്ഷരമുള്ള ചെറിയ ഭാഗത്തൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഇത്രയും ബൾബില്ല, ഇതിന് ഗ്യാരണ്ടി ഉണ്ട്. നമുക്കൊക്കെ എന്ത് ഗ്യാരണ്ടി ഉണ്ട് മക്കളെ? അപ്പം നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ജീവിതമാകണം നമ്മുടേത്. മറ്റുള്ളവർക്ക് മാതൃകയാകണം. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാനിത് പറയുന്ന കാര്യം എല്ലാ സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂവിലൊക്കെ ഞാനത് പറയാറുണ്ട്. ഒരു പിൻബലവും ഇല്ലാതാണ് മക്കളെ ഞാൻ 2 സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിലേക്ക് എത്തപ്പെട്ടത്. ഒരു പിൻബലവും ഇല്ലായിരുന്നു. എന്നെ കൂവി ഇറക്കിയ ഒരു അമ്പലമുണ്ട് എൻ്റെ വീടിനടുത്ത്. പൂവലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെവിക്കൂടുന്ന നിൽക്കും അവർ കൂവിയ പൂവൽ. ആദ്യത്തെ 2007 ആദ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കൊമേഡിയനുള്ള സ്റ്റേറ്റ് അവാർഡ് മേടിച്ചുകൊണ്ട് എനിക്ക് ആദരവ് കിട്ടുന്നത് ഈ കൂവി അമ്പലത്തിന് നേരെ ഫ്രണ്ടിലെ ഫ്രണ്ട്സ് ലൈബ്രറി എന്ന് പറഞ്ഞ ലൈബ്രറിയില്ല. ആ സ്റ്റേറ്റ് അവാർഡ് കേട്ടോ ഞാനവിടെ ആദരവ് മേടിക്കാൻ പോയത്. എന്നിട്ട് ഞാൻ പൊക്കി പിടിച്ച് കാണിച്ചു, നിങ്ങളുടെ കൂവലാണ് ഈ അവാർഡെന്ന് പറഞ്ഞു. അങ്ങനാകണം നമ്മൾ. എനിക്ക് കിട്ടിയ പിൻബലം ഈ കേട്ട ശബ്ദം മാത്രമേ ഉള്ളൂ. 26 വർഷം മലയാള നാടകത്തിൽ നാടകം കളിച്ചതിൽ പ്രതിഫലത്തെക്കാട്ടിൽ കൂടുതൽ എനിക്ക് കിട്ടിയത് കയ്യടികളാണ്. സംഘാടക സമിതി ചെയർമാൻ P. സജിമോൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബാലസംഘം ഏരിയ രക്ഷാധികാരി KS. അനിൽകുമാർ സ്ഥിരം കലാസംഘം പ്രഖ്യാപനം നടത്തി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG. ജലജകുമാരി, KG. അരുൺകുമാർ, ശ്രീദേവി രാജേന്ദ്രൻ, PN. ദേവദാസ്, ബീന സാബു, KV. അഭിലാഷ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ സായുജ്യ സുരേഷ്, ആദിദേവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഘാടക സമിതി കൺവീനർ T. മനു, ബാലസംഘം തകഴി ഏരിയ സെക്രട്ടറി വരദ വേണുഗോപാൽ, കൃഷ്ണേന്ദു എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി. ബാലസംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹാപ്പിനെസ് ഫെസ്റ്റ് മജീഷ്യൻ മനു മങ്കൊമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വർണ്ണങ്ങളെ പറ്റി പോലും നമുക്കിന്ന് സദസ്സിൽ പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം ആയി മാറിയിരിക്കുകയാണ്. മനുഷ്യൻ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെ പേരിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. വെള്ളപ്പൊക്ക സമയത്ത് ഒരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിച്ചവരാണ് നമ്മൾ, അല്ലെ? നിങ്ങളെല്ലാം അനുഭവിച്ചു കാണും. വള്ളത്തിലൊക്കെ രക്ഷപ്പെടുത്തുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഒരു പാത്രമേ ഉള്ളൂ, അവിടുന്ന് കൈയിട്ട് വാരി കഴിച്ചതാണ് അങ്കിളും. സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു കലാകാരി എന്ന് സ്വയം അവകാശപ്പെടുന്ന അവര് കലാഭവൻ മണിയുടെ അനിയന്റെ കളർ കണ്ടുകൊണ്ട് അപമാനിച്ചു, അല്ലെ? ഇതൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ ഈ മൊബൈൽ ഫോണും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ട് കുട്ടികൾ പോലും അത്തരത്തിലെ ചിന്തകളിലേക്ക് ഒരിക്കലും വരരുത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ സന്ധ്യ സുരേഷ് അധ്യക്ഷയായി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം PV രാമഭദ്രൻ, ബാലസംഘം കുട്ടനാട് ഏരിയ കൺവീനർ S. ജതീന്ദ്രൻ,
AP അശോകൻ, OG ഷാജി, ജോജോ ആന്റണി, ഇന്ദിര ടീച്ചർ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ സംസ്കൃതിയും നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച കളം മേളം നാടക ശില്പശാലയ്ക്ക് സമാപനമായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 55ഓളം വിദ്യാർത്ഥികളാണ് ഒരാഴ്ചയായി നടന്ന നാടക ക്യാമ്പിൽ പങ്കെടുത്തത്. സന്തോഷ് തകഴിക്കാരൻ സംവിധാനം ചെയ്ത പരിസ്ഥിതി സന്ദേശ നാടകവും സമാപന ദിവസം കുട്ടികൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന കളം പിരിയൽ കൂട്ടത്തിന് PTA പ്രസിഡന്റ് പ്രശാന്ത് S. കുട്ടി അധ്യക്ഷത വഹിച്ചു. H. സലാം MLA സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭൂമിക്ക് മേലെയുള്ളതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ നമുക്ക് നേരെയില്ല. ഒരു ചെറിയ തോടുണ്ടെങ്കിൽ അവ വേസ്റ്റ് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഇടമായിട്ട് നമ്മൾ അറിയാതെ ശീലിച്ചു പോകുന്ന ശീലമുണ്ട്. നമുക്ക് ലഭിക്കുന്ന പല അപേക്ഷ, എനിക്കടക്കം ലഭിക്കുന്ന അപേക്ഷ വഴിയെ കുറിച്ച് റോഡിനെ കുറിച്ചാണ് കൂടുതലില്ല. ഒരു തോടൊന്ന് വൃത്തിയാക്കണം എന്ന അപേക്ഷ കിട്ടാറില്ല. പുതിയ റോഡ് വെക്കണമെന്ന് പറഞ്ഞ് കിട്ടുന്ന അപേക്ഷ ചിലത് വായിച്ചു നോക്കിയാൽ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീതിയുണ്ടോ, വീതി നല്ലപോലെ വീതിയുണ്ട്. എവിടെയാണ് വീതി? അവിടെ ഒരു തോടുണ്ട്. ആ തോട് നേരത്തെ തോടിട്ട് നടന്നു. നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. അങ്ങനെയാണ്. കഴിഞ്ഞതിന്റെ മുൻ വർഷത്തെ കേരളത്തിലെ മഴയുടെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ വർഷം കഴിഞ്ഞതിന്റെ 2 വർഷം മുമ്പുള്ളതാണ്. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയത്. പക്ഷെ പെയ്ത മഴ ഏതാണ്ട് പൂർണ്ണമായും സമുദ്രത്തിലേക്ക് അങ്ങ് മടങ്ങിപ്പോയപ്പോഴേക്കും സമുദ്രത്തിലേക്ക് മേലെ കൂടി പോയി. നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് ക്യാമ്പ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രഥമാധ്യാപിക A. നദീറ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ H. സുബൈർ, ക്യാമ്പ് കോർഡിനേറ്റർ രവി പ്രസാദ്, മാതൃസംഗമം ചെയർപേഴ്സൺ സീന മനോജ് എന്നിവർ സംസാരിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത അത്തനേഷ്യസ് യോഹാന്റെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1-നാണ് സംസ്കാരം. ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഞായറാഴ്ച വൈകുന്നേരം നിരണത്തെത്തിയപ്പോൾ ജന്മനാട് മെത്രാപ്പൊലീത്തയ്ക്ക് യാത്രാമൊഴി നൽകി. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഈ മാസം 8-ന് അമേരിക്കയിൽ വെച്ചായിരുന്നു മെത്രാപ്പൊലീത്തയുടെ നിര്യാണം. അമേരിക്കയിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെയാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര മെത്രാപ്പൊലീത്തയുടെ ജന്മനാടായ നിരണത്തേക്ക് പുറപ്പെട്ടത്. വൈകുന്നേരം 6:30-ന് വിലാപയാത്ര നിരണത്തെത്തി. റോഡിന്റെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങൾ മെത്രാപ്പൊലീത്തയ്ക്ക് പ്രണാമം അർപ്പിക്കുവാൻ മണിക്കൂറുകളോളം കാത്തുനിന്നിരുന്നു. ഭൗതിക ശരീരവുമായി വാഹനം നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കവാടത്തിൽ എത്തിയപ്പോൾ ഓടിയെത്തിയത് വൻ ജനാവലിയായിരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കേരളം അതിഭദ്രാസനം സഹായമെത്രാൻ അഭിവന്യ മാത്യൂസ് മോർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ, നേപ്പാൾ ആർച്ച് ബിഷപ്പ് ടൈറ്റസ് മോർ ഒസ്താസിയോസ്, മാർട്ടിൻ മോർ അപ്രൈം എപ്പിസ്കോപ്പ എന്നിവർ നിരണത്ത് 2ാം ഘട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ മാർക്കോസ് പള്ളിക്കുന്നേൽ, ഫാദർ സാബു മാതരംപള്ളിയിൽ, ഫാദർ റെജി കെ തമ്പാൻ, മുൻ വികാരിമാരായ ഫാദർ ഷിജു മാത്യു, ഫാദർ റോബിൻ പീറ്റർ, ഫാദർ ജോസ് കരിക്കം, ഫാദർ വില്യംസ് ചെറയത്ത് എന്നിവർ ഉൾപ്പെടെ നിരവധി വൈദികർ സഹകാർമ്മികരായിരുന്നു. ആന്റോ ആന്റണി MP, മുൻ മന്ത്രി അഡ്വക്കേറ്റ് മാത്യു T. തോമസ് MLA, മുൻ MLA ജോസഫ് M. പുതുശ്ശേരി, തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ ജിജു വൈക്കത്തുശ്ശേരി തുടങ്ങി നിരവധി പേർ നിരണത്തെത്തി മെത്രാപ്പൊലീത്തയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ചു. പിന്നീട് നിരണത്തു നിന്നും വിലാപയാത്ര തിരുവല്ലയിലേക്ക് പുറപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 9 വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 10 മണിക്ക് കൺവെൻഷൻ സെന്ററിൽ നിന്നും വിലാപയാത്ര പള്ളിയിലേക്ക് പുറപ്പെടും. 11-ന് കബറടക്ക ശുശ്രൂഷകൾക്ക് തുടക്കമാകും. തിരുവല്ല കുറ്റപ്പുഴ സഭ ആസ്ഥാനത്തെ സെന്റ് തോമസ് ദൈവാലയത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലായിരിക്കും ഭൗതിക ശരീരം സംസ്കരിക്കുക. വാഴപ്പള്ളി പടിഞ്ഞാറ് മഹാത്മാ അയ്യങ്കാളി ഗുരുദേവൻ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ അനാച്ഛാദനവും ഇതോടൊപ്പം നടത്തി. ഞായറാഴ്ച രാവിലെ 11-ന് സാംസ്കാരിക സമിതി അംഗങ്ങൾ ചങ്ങനാശ്ശേരി ആവണീശ്വരം ക്ഷേത്രാങ്കണത്തിൽ നിന്നും അയ്യങ്കാളി ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ ഏറ്റുവാങ്ങി. തുടർന്ന് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ചങ്ങനാശ്ശേരി ടൗൺ ചുറ്റി പ്രതിഷ്ഠാ ഘോഷയാത്ര വേഴക്കാട്ടുചിറ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ എത്തിച്ചേർന്നു. പിന്നീട് വിവിധ സംഘടനകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിളംബര ഘോഷയാത്ര സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേർന്നു.
വൈകുന്നേരം 6:30 AKCHMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കല്ലറ പ്രശാന്ത് പ്രതിഷ്ഠ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് സാംസ്കാരിക സമിതി പ്രസിഡന്റ് ബിനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം ചേർന്നു. ഭാരവാഹികളായ S. സുജിത്, T. മധു, G. കണ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അരൂരിൽ കഞ്ചാവ് മിഠായികളുമായി UP സ്വദേശികൾ അറസ്റ്റിൽ. എക്സൈസ് സംഘം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 2000-ലധികം കഞ്ചാവ് മിഠായികളും കഞ്ചാവും 10 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഉത്തർപ്രദേശിലെ ശാന്ത് രവീന്ദ്രദാസ് നഗർ ജില്ലയിൽ ബദോഹി സായർ വില്ലേജിൽ രാഹുൽ സരോജ്, ഇയാളുടെ ബന്ധുവും സുഹൃത്തുമായ സന്തോഷ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് ഇവയെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TP സജീവ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ PT ഷാജി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ P അനിലാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാജൻ ജോസഫ്, മോബി വർഗീസ്, KU മഹേഷ്, ഡ്രൈവർ രജിത് കുമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6885 രൂപ, പവന് 55,080 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.